നമസ്കാരം. അഖിൽ പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള നോവലാണ് 2025 സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ നേടിയ നോവൽ. ഇതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ബുക്കിൻ്റെ തുടക്കത്തിൽ തന്നെ അഖിൽ പി ധർമ്മജൻ എഴുതിയിട്ടുണ്ട്, ഇതൊരു സിനിമാറ്റിക് സ്റ്റൈലിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള നോവലാണെന്ന്. ഇങ്ങനെ ഡിഫോൾട്ടായിട്ടുള്ള അവാർഡ് മെറ്റീരിയൽ ഇല്ലാത്ത ഒരു നോവലായതുകൊണ്ട് തന്നെ ഇതിന് അവാർഡ് കിട്ടിയപ്പോൾ ഒത്തിരി വിമർശനം നേരിടേണ്ടി വന്ന ഒരു നോവലാണിത്. സാധാരണ നമ്മൾ അവാർഡ് അർഹമായിട്ടുള്ള നോവൽസിൽ കാണുന്ന കഠിനമായിട്ടുള്ള ലാംഗ്വേജോ ആഴത്തിലുള്ള ദ്വയ്യാർത്ഥം അല്ലെങ്കിൽ ആഴത്തിലുള്ള മീനിങ്ങുകളൊന്നും ഒളിപ്പിച്ചു വയ്ക്കാത്തൊരു നോവലാണ്. അതുകൊണ്ട് തന്നെ വിമർശനം നേരിട്ടതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. എന്നിരുന്നാലും അദ്ദേഹം അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു സിനിമാ രീതിയിൽ എഴുതിയിട്ടുള്ള നോവലാണ് എന്നുള്ളത്. ചെന്നൈ നഗരവും അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളുമാണ് ഈ കഥ നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അവിടേക്ക് ഒരു സിനിമ റിലേറ്റഡ് കോഴ്സ് ചെയ്യാനായിട്ട് വരുന്ന റാം എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറേ അനുഭവങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇത് വായിക്കാത്ത ആളുകൾക്ക് ഒരു സ്പോയിലർ ആവരുത്, അതുകൊണ്ട് ഞാനിതിൻ്റെ കഥ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. എങ്കിലും ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ എല്ലാമാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെല്ലാം തന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അവരെല്ലാം ഓരോ സിറ്റുവേഷൻസിലും ബിഹേവ് ചെയ്യുന്നത് അവർ തന്നെയായിട്ടാണ്, അല്ലാണ്ട് ഓതറായിട്ടല്ല. ഓതർ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നില്ല, അത് അവർ തന്നെ. അങ്ങനെ ഒരു വ്യക്തിനെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ തന്നെയാണ്. മേ ബി അദ്ദേഹം കണ്ടിട്ടുള്ള ആളുകളിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത അവരുടെ പേഴ്സണാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ഒരു പേഴ്സണാലിറ്റീനെ ആയിരിക്കാം അദ്ദേഹം ഈ ഒരു സിറ്റുവേഷനിൽ ഇന്നൊരു കഥാപാത്രമായി സങ്കല്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഐഡൻറ്റിറ്റി എല്ലാം തന്നെ വളരെ ക്ലിയറാണ്. ഇനി മറ്റൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഒരു സന്ദർഭം നടക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ സ്റ്റേഷനിലാണ് നടക്കുന്നതെങ്കിൽ ആ ട്രെയിൻ സ്റ്റേഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കേൾക്കാം, എന്തൊക്കെ കാണാം എന്നുള്ളത് വളരെ ക്ലിയറാണ്. മേ ബി അതൊരു മൂവി സ്റ്റൈലിൽ എഴുതിയതുകൊണ്ടായിരിക്കും, ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള പോലെ എഴുതിയതുകൊണ്ടായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളല്ല. അതായത് തിരക്കുള്ള ട്രെയിൻ സ്റ്റേഷൻ, മുല്ലപ്പൂ മണമുള്ള സന്ധ്യകൾ, അങ്ങനെ ചെന്നൈയിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ക്ലിയറായിട്ട് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിഷ്ടപ്പെട്ടത് ഒത്തിരി അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റേതായ തീവ്രതയോടുകൂടി വളരെ ജെന്യുവിനായിട്ട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്കൊരു നോവായിട്ട് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാലും അതൊരു നോവായിട്ട് നമ്മളുടെ മനസ്സിലുണ്ടാവും. ഇനി മറ്റൊരു കാര്യം, ഈ കഥയിൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള, അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്കും അദ്ദേഹം അതിൻ്റേതായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഒരു കാർ, ഒരു സ്കൂട്ടി, ഇതിനെല്ലാം നമ്മൾ ഒരു വീട് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഒരു മരം അല്ലെങ്കിൽ ഇവിടുത്തെ കിണർ, ഇതിനെല്ലാം ഈ കഥയിൽ ആ ഒരു കഥാപാത്രത്തിനോളം തന്നെ സ്ഥാനം നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ അദ്ദേഹത്തിൻ്റെ ഒരു ബോൾഡ് മൂവ് എന്ന് തന്നെ പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് വളരെ ബോൾഡായി അദ്ദേഹം നമ്മളുടെ മുന്നിലേക്ക് തുറന്ന് കാണിക്കുന്നുമുണ്ട്. ഈ അൺപ്ലസൻ്റ് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് അദ്ദേഹം ഇതും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ബോൾഡ് ഒരു മൂവ് എന്ന് ഞാൻ പറയും. അതെനിക്ക് വളരെയധികം എന്താ പറയുന്നത്, ഒരു വായനക്കാരി എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇഷ്ടപ്പെടാതിരുന്ന ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ നോവൽ വളരെ ഡ്രമാറ്റിക്കായി തോന്നി. അദ്ദേഹം സിനിമ സ്റ്റൈലിൽ എഴുതിയത് കൊണ്ടാവാം, ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ചേരുവകൾ ചേർക്കാനുള്ള ഒരു തത്രപ്പാടിൽ കുറച്ച് സെൻസിബിളായിട്ടുള്ള കാര്യങ്ങൾ മിസ്സായിപ്പോയി എന്നെനിക്ക് തോന്നി. കുറേയും കൂടെ റിയാലിറ്റിയിൽ നിന്ന് മാറി കുറച്ച് ഡ്രമാറ്റിക് ആയിപ്പോയോ ചില സന്ദർഭങ്ങൾ, അങ്ങനെ ഡ്രമാറ്റിക് ആയിട്ടുള്ള സന്ദർഭങ്ങൾ കുറച്ച് അധികമായിപ്പോയോ. സാധാരണ ഫിക്ഷനിൽ ഉണ്ടാവും, പക്ഷേ എന്നാൽ ഇതിൽ കുറച്ച് അധികമായിപ്പോയോ എന്നെനിക്ക് തോന്നിപ്പോയി. ഹീറോയിൻ്റെ ഫൈനൽ
ക്ലൈമാക്സിലുള്ളൊരു ഡിസിഷൻ. ആ ഡിസിഷനാണ് എനിക്ക് വളരെയധികം ഇല്ലോജിക്കലായിട്ട് തോന്നിയത്. അത് ഭയങ്കര വലിയൊരു അബദ്ധമായിരുന്നു. അത് ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആർക്കും ഇത് ഭയങ്കര ഒരു അബദ്ധമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അത്രയും വലിയൊരു അബദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള റീസൺ എന്ന് പറയുന്നത് അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആണോ എന്ന് വെച്ചാൽ സ്ട്രോങ് ആണ്, പക്ഷേ ഇത്രയും വലിയൊരു അബദ്ധം ചെയ്യാനുള്ള രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസണായിട്ട് അതൊരു കൺവിൻസിങ് ആയിട്ട് അദ്ദേഹത്തിന് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് ചെറിയൊരു സംശയം. മേ ബി അത് എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കാം. അപ്പാർട്ട് ഫ്രം ഓൾ ദീസ്, വായന ജനകീയമാക്കിയ ഒരു പുസ്തകം ആണ് നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി. കാര്യം വളരെ സിമ്പിളാണ് ലാംഗ്വേജ്. ഒത്തിരി ദ്വയാർത്ഥങ്ങളൊന്നുമില്ല, കഠിനമായിട്ടുള്ള ഭാഷയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വായന ജനങ്ങളിലേക്ക് വളരെ സോഷ്യൽ ആയിട്ട് എത്തിച്ച ഒരു നോവലാണിത്. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ്, അവർക്ക് വായനയിൽ വലിയ താല്പര്യമില്ലാത്ത ആളുകൾ, എന്നാലും അവരും വായിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വായനയെ ജനകീയമാക്കിയ ഒരു നോവലാണിത്. അത് ഹാറ്റ്സ് ഓഫ്. അതുകൊണ്ട് തന്നെ ഈ നോവൽ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ കോപ്പി DC ബുക്സിൽ അവൈലബിൾ ആണ്. അത് വാങ്ങി വായിക്കുക. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. കാര്യം ഇതിൻ്റെ ഒത്തിരി ഫേക്ക് കോപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്, ഒത്തിരി PDF കോപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ചെന്നൈയിൽ പോയി നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഹാർഡ് വർക്കിന് നമ്മൾ ഉറപ്പായിട്ടും നമിക്കണം. ഇനി ഞാനൊരു ബിഗ് ഫേവറാണ് ചോദിക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചിലപ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ചെയ്യുന്ന ബുക്ക് റിവ്യൂസും ഞാൻ ബുക്കിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, മറ്റൊരു ബുക്കുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.